റീസെൻ്റ്ലി ആണ് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ആൾക്കാർക്ക് ഇതൊരു വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുന്ന ഒരു ഹബ്ബായി മാറിയിട്ടുണ്ട്. പാർക്കിംഗ് ഫ്രീ ആണ്. ഏകദേശം 45 പാർക്കിംഗ് സ്പേസുകളുണ്ട് കടയുടെ പുറകിലായിട്ട്. അതുകൊണ്ട് അത് ഫ്രീ ആണ്. അപ്പോൾ നെയ്സിൽ വേറെ എങ്ങും ഇതുപോലെ ഫ്രീ പാർക്കിംഗ് ഉള്ള ഒരു ഫെസിലിറ്റി ഇല്ല. എനിക്കൊന്ന് കിൽഡെയർ കൗണ്ടിയിലെ തന്നെ ഏറ്റവും വലിയ ഏഷ്യൻ ഷോപ്പാണ്. പ്ലസ് ഇപ്പം ഈറ്ററിയും കൂടെ വന്നതോടുകൂടി ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാം വരും. വൈകുന്നേരങ്ങളിൽ ഇന്ന് ഭക്ഷണം കഴിക്കും, ഉച്ചയ്ക്ക് വരും. പിന്നെ നൈറ്റൊക്കെ കഴിയുന്നവർ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് പോകും. പിന്നെ ചെറിയ ചെറിയ പാർട്ടി ഓർഡേഴ്സ് ഉണ്ട്, അവരോട് പറയും, അവർ ചെയ്തു തരും. അങ്ങനെ ആൾക്കാരുടെ ഒരു ഗ്യാദർ ചെയ്യുന്ന ഒരു ഹബ്ബായിട്ട് ഇതിപ്പോൾ ഈ നാളുകളിൽ മാറിയിട്ടുണ്ട്. വെൽക്കം ചെയ്യുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഈ കൗണ്ടി കിൽഡെയറിൽ നിന്നുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇപ്പം ഭക്ഷണം കഴിക്കാനും സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് എത്തുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ ബുച്ചർ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. നമ്മുടെ ഓൺ ബുച്ചറാണ്. എനിക്ക് തോന്നുന്നു ഓൾ അയർലൻഡിൽ ഏഷ്യൻ ഷോപ്പുകളിൽ സ്വന്തമായിട്ട് നമ്മൾ ബുച്ചർ ചെയ്യുന്ന വളരെ കുറച്ച് സ്ഥാപനങ്ങളേ ഉള്ളൂ. നമ്മുടെ സ്വന്തം ബുച്ചറാണ്. നമ്മുടെ തന്നെ സ്റ്റാഫ് നമ്മൾ തന്നെ മീറ്റും ഫിഷും ഒക്കെ സോഴ്സ് ചെയ്യുന്നതാണ്. പിന്നെ എല്ലാ ആഴ്ചയും ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഫിഷ് വരുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഫ്രഷ് ഫിഷ് എത്തും. അവൈലബിലിറ്റി അനുസരിച്ച് മിക്കവാറും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉണ്ടാവും. ഇവിടെ വരുന്നവർക്ക് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അതെ, നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ആൾക്കാർ നേരത്തെ വിളിച്ച് പ്രീ ബുക്ക് ചെയ്യാറുണ്ട്. മീറ്റ് ആണെങ്കിൽ നമുക്ക് സ്പെഷ്യലി ഡിയർ മീറ്റ്, അതായത് മാനിറച്ചി, മുയലിറച്ചി, അതൊക്കെ എല്ലാ ഒരു ഓൾട്ടർനേറ്റീവ് വീക്കുകളിലും നമ്മളിവിടെ അവൈലബിൾ ആക്കാറുണ്ട്. വൈൽഡ് റാബിറ്റ്സിൻ്റെ ഒക്കെ നമുക്കിവിടെ സപ്ലൈ ഉണ്ട്. പിന്നെ ലാമ്പല്ല, ഗോട്ട് മീറ്റ് അവൈലബിൾ ആണ്. അങ്ങനെ ഫിഷ് ആണെങ്കിലും അത്യാവശ്യം ഇവിടെ നിന്നുള്ള എല്ലാ മീനുകളുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള മീനുകൾ വന്നാൽ 2 ദിവസത്തും കൊണ്ട് തീർന്നു പോകും. കിട്ടാൻ അവൈലബിലിറ്റി വളരെ കുറവാണ്. എന്തെങ്കിലുമൊക്കെ ഫിഷ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. മീറ്റ് വന്നാൽ ആൾക്കാരത് അന്വേഷിച്ച് ഓടി വന്ന് സാറ്റർഡേ സൺഡേ മാക്സിമം മൺഡേ കൊണ്ട് തീരും. ഇവിടെ അയർലൻഡിൽ നിന്നുള്ള ഫിഷുകളൊക്കെ എപ്പോഴും എല്ലാം അവൈലബിൾ ആണ്. ഇന്ത്യൻ ഫിഷ് വീക്കെൻഡിലാണ് മെയിൻലി ഉള്ളത്. വീക്കെൻഡ് കഴിഞ്ഞിട്ട് അവൈലബിൾ ആണെങ്കിൽ ബാക്കി ദിവസങ്ങളുണ്ടാവും. മിക്കവാറും സാറ്റർഡേ സൺഡേ കൊണ്ട് തീരും. അപ്പം ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വരിക, കുറച്ച് നേരം ഒന്ന് ഫുഡൊക്കെ കഴിക്കാം. റോയൽ കിച്ചൺ ബ്ലാഷിനെ അയർലൻഡിലുള്ള പഴയ ആൾക്കാർക്കെല്ലാം അറിയാം. ഏറ്റവും ഫേമസ് ഒരു ഷെഫാണ്. ഓക്കെ, ഇപ്പോൾ പരിചയപ്പെട്ടു. നമ്മൾ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്.
ചേട്ടനെ പരിചയപ്പെട്ടത്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ജോയൽ. ഞാൻ വൺ ഓഫ് ദ പാർട്ണറാണ്. ഞങ്ങൾ 4 പേര് കൂടി ചെയ്യുന്നതാണ്. സോ നൈസ് ടു മീറ്റ് യു. താങ്ക് യു. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. നിങ്ങളുടെ ആ ഹോസ്പിറ്റാലിറ്റി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം കൊണ്ട് താങ്ക് യു. താങ്ക് യു. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഞങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഞങ്ങൾ വന്നിട്ട് പെട്ടെന്ന് ഫുഡ് കിട്ടി. അപ്പോൾ നമുക്ക് അഭിലാഷ് ചേട്ടനെ പരിചയപ്പെടാം. എന്തുണ്ട് ചേട്ടാ വിശേഷങ്ങൾ? സുഖം തന്നെ. ഓക്കെ.